അതെ, കുറഞ്ഞു പോയോ ശരത്തേട്ടാ? എന്ത്? അല്ല, ഞാൻ പറഞ്ഞതേ ഒരു 300 പറയായിരുന്നു അല്ലേ? എന്തിനാ 300? 500 ആക്കായിരുന്നു. 500 പവൻ, അതായിരുന്നു അന്തസ്. സാരമില്ല, ഞാൻ മാറ്റി പറഞ്ഞോളാം. നീ പോന്നില്ലേ? എങ്ങോട്ട്? സ്വർണം എടുക്കാൻ. ഓ, ഞാനൊന്നുമില്ല. അവൾക്ക് സ്വർണം എടുക്കാൻ ഞാനെന്തിനാ പോകുന്നത്? അതൊരു രസമല്ലേ? അല്ല, സാധാരണ പെൺകുട്ടികൾക്ക് അത് ഇഷ്ടമാണല്ലോ. എനിക്കത് ഇഷ്ടമല്ല. ശരത്തേട്ടന് അറിയാലോ ഞാനും ദേവികയും തമ്മിലുള്ള ഇരിപ്പുവശം. എനിക്ക് ആ മുഖം കാണുന്നത് പോലും അലർജിയാ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ സ്വർണം എടുക്കാൻ പോവോ? എങ്ങനെ ചോദിക്കാൻ തോന്നി ശരത്തേട്ടനിത്? പോകുന്നതാ നല്ലത്. അല്ല, എത്ര പവൻ എടുത്തു എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. എനിക്കതൊന്നും അറിയണ്ട. അവൾക്ക് എത്ര പവൻ എടുത്താലും എനിക്കൊന്നുമില്ല. എനിക്ക് 500 പവനല്ലേ ശരത്തേട്ടൻ തരാൻ പോകുന്നത്. അതിന്റെ മുമ്പില് അവള് വല്ലതും ആണോ? ഓ, അപ്പോഴേക്കും 500 ആക്കിയോ? എന്താ കുറയ്ക്കണോ? വേണ്ട വേണ്ട, 500 ഇരുന്നോട്ടെ. അതൊക്കെ ഒരു പവനാണോ? അതാണ്. അപ്പോ നീ പോകുന്നില്ല? ഇല്ല, എനിക്കിഷ്ടമല്ല. ഇവിടുന്ന് പോയി കിട്ടുമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് ഈ കല്യാണത്തിന് പോലും ഞാൻ സമ്മതിച്ചത്. ദേവികയ്ക്കൊരു നന്മ വരുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ശരത്തേട്ടാ. എനിക്ക് എന്നിട്ടാണോ സ്വർണ്ണം എടുക്കാൻ പോവാൻ എന്നെ നിർബന്ധിച്ചത്? നമ്മൾ ഒന്നിലും സഹകരിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാവണ്ടല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഇഷ്ടമല്ലെങ്കിൽ പോവണ്ട. കൂടി വന്നാ 10 പവൻ എടുക്കും. 10 പവൻ എന്താവാന്? അതെ, അവൾക്ക് 10ഉം എനിക്ക് 500ഉം. അതാണ് വ്യത്യാസം. നമ്മുടെ കല്യാണത്തിനെ 500 പവനും ഇട്ട് മണ്ഡപത്തിൽ ഞാനൊരു നിൽപ്പ് നിൽക്കും. കാണുന്നവരൊക്കെ മൂക്കത്ത് വിരല് വെക്കണം. എല്ലാരും അറിയട്ടെ ശരത്തേട്ടൻ ആരാണെന്ന്. അതെ അതെ, എല്ലാം നടന്നു തന്നെ. എന്താ? അല്ല, എല്ലാം വേഗം നടക്കണേന്ന് പറഞ്ഞത്. ഞാനിപ്പോ ഹലോ.